പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തങ്ങളാണ് വിജയിച്ചതെന്ന് സ്വയം അവകാശപ്പെടുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ ഇറാനെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിച്ചുവെന്ന ആത്മവിശ്വാസം പോലും ട്രംപ് ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല, വീണ്ടും സംഘർഷത്തിൽ ചില പ്രസ്താവനകൾ അടിക്കടി ട്രംപ് നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധേയമാകുന്നു. ഇവിടെ ഇപ്പോൾ ട്രംപ് ആകട്ടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്തിന് ഞാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കണം? അതായത് ഇറാനുമേൽ ഇത്തരത്തിൽ ആണവായുധം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പദ്ധതി ഉണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് എന്തിന് ഞാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കണം? അവയില്ലാതെ തന്നെ വളരെ സാധാരണമായ രീതിയിൽ നാം അവരെ തകർത്തുവെന്നും ഇറാന്റെ നാവികസേന കടലിന്റെ അടിത്തട്ടിലാണ് എന്നും വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായും നിലവിൽ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അതിശക്തമാണ് എന്നും സമയം ഇറാൻ അനുകൂലമല്ല എന്നും ഇവിടെ ട്രംപ് ഒരു മുന്നറിയിപ്പായി തന്നെ നൽകുന്ന പ്രസ്താവനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ചർച്ചകൾക്കായി താൻ തിടുക്കം കാണിക്കുന്നില്ല എന്നും ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സുശക്തമായ ഒരു കരാറാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രംപ് ആകട്ടെ കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. ഇറാനുമേൽ ആണവായുധം പ്രയോഗിക്കില്ല എന്ന ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നതും. ഇറാനുമായുള്ള നിലവിലെ സൈനിക സംഘർഷത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇക്കാര്യങ്ങൾ, അതായത് ട്രംപിന്റെ ഈ ഒരു നയം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നിലയിലുള്ള ആക്രമണങ്ങളിലൂടെ തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ട് എന്നും അതിനാൽ തന്നെ ആണവായുധങ്ങളുടെ അത്തരമൊരു ആവശ്യം അവിടെ ഉദിക്കുന്നില്ല എന്നും ട്രംപ് പറയുന്നു. ഇരു രാജ്യങ്ങളും അതായത് ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ തന്നെ മേഖലയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പൽ കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയതോടെ മേഖലയിൽ അമേരിക്കൻ വാഹിനി കപ്പലുകളുടെ എണ്ണം 3 മാറുകയാണ്. നിലവിൽ USS എബ്രഹാം ലിങ്കൺ അറബിക്കടലിലും USS ജെറാൾഡ് R. ഫോർട്ട് ചെങ്കടലിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിയ രീതിയിൽ ആഫ്രിക്കൻ തീരം ചുറ്റിയാണ് ഇത് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയതെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ ഈ സൈനിക നീക്കം സഹായിക്കുമെന്നും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഫെബ്രുവരി അവസാനത്തോടുകൂടി തന്നെ ഇറാനെതിരെ ആരംഭിച്ച US-ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്ക് 2 ആഴ്ച താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് 3ാമത്തെ വിമാന വാഹിനി കപ്പലിന്റെ ഈ ഒരു വിന്യാസം എന്നതാണ് ശ്രദ്ധേയമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.